ആദിൽ മോസി, സൈനബ് ഈ പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇസ്രായേൽ പട്ടിണിക്കിട്ട് കൊന്ന 27കാരനും പിഞ്ചു കുഞ്ഞുമാണത്. ലോകത്ത് ഏറ്റവും വിശപ്പുള്ള സ്ഥലമായി ഗസ മാറിയിരിക്കുകയാണ്. 2023 ഒക്ടോബർ 7 ശേഷം, തൂഫാൻ ലക്സയ്ക്ക് ശേഷം ഫിലിസ്തീൻ ജനതയെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുവാനുള്ള പദ്ധതികളാണ് ഇസ്രായേൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. ബോംബുകളും മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണവും അടിസ്ഥാന ആവശ്യങ്ങളും വെള്ളവും ഉപരോധിച്ചുകൊണ്ട് ഫിലിസ്തീൻ ജനതയെ ഇല്ലാതാക്കാമെന്നാണ് ഇസ്രായേൽ കരുതുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ആത്മവിമർശനപരമായി എന്നോടും ഗസ നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്, ഇത്ര വലിയ വംശഹത്യ അഭിമുഖീകരിക്കുമ്പോൾ മൗനികളായി നോക്കി നിന്ന ജനങ്ങളാണോ നിങ്ങൾ എന്നാണ്. സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ നിരന്തരം നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. നീതിക്ക് വേണ്ടിയുള്ള ശബ്ദങ്ങൾ നിയന്താവിന് വേണ്ടിയുള്ള സാക്ഷ്യങ്ങളാണ് എന്നാണ് SIO മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ SIO നിരന്തരം ഫലസ്തീനു വേണ്ടിയുള്ള ശബ്ദങ്ങൾ ഉയർത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സ്വതന്ത്ര ഫലസ്തീൻ സ്ഥാപിതമാവുന്നതുവരെ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ക്യാമ്പസുകളിലും തെരുവുകളിലും ഫലസ്തീനു വേണ്ടിയുള്ള ശബ്ദങ്ങൾ ജ്വലിപ്പിച്ചു നിർത്തുക തന്നെ ചെയ്യും. ഈ സമര തുടർച്ചയിൽ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഒരു ക്യാമ്പയിൻ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഫലസ്തീൻ വിഷയത്തെ വിവിധ അർത്ഥത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉന്നയിക്കണമെന്നാണ് ക്യാമ്പയിനിലൂടെ SIO ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ മിഥ്യകൾ അത് തകരുക തന്നെ ചെയ്യും, സത്യം അതിജയിക്കും. മർദ്ദക ഭരണകൂടങ്ങൾ തകർത്തെറിയപ്പെടും, ഖുദ്സ് വിമോചിതമാകും. ഒരു നാൾ നാം അവിടം സുജൂദ് ചെയ്യും. ഇൻഷാ അല്ലാഹ്. ഇന്തിഫാദ.